നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം 20 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ് അങ്ങനെ നിരവധി പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് ഷീജ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷീജ, നേരത്തെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. താൻ ഹാപ്പിയാണോ എന്നതിലുപരി ജനങ്ങൾ ഹാപ്പിയാണോ എന്നതാണ് പ്രധാനമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നതടക്കമുള്ള വിവരങ്ങളാണ് നേരത്തെ ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തീർച്ചയായും ഏതായാലും രമേശ് ചെന്നിത്തല, അതായത് നിയുക്ത ആഭ്യന്തരമന്ത്രി, അല്പസമയത്തിനകം തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ വഴുതക്കാടുള്ള വസതിയിൽ നിന്നും ഇറങ്ങുന്നതായിരിക്കും. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും ഇറങ്ങി നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരിപാടി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വലിയൊരു പോരാട്ടം നടന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിൽ ഒന്നും തന്നെ തനിക്ക് ചെയ്യേണ്ടി വന്നിരുന്നില്ല. പ്രത്യേകിച്ചും ഈ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് തന്നെ താൻ ആലോചിച്ചിരുന്നില്ല. ഈ മന്ത്രിസഭയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമടക്കം അദ്ദേഹം ആദ്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നും ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇവിടെ വഴുതക്കാടുള്ള വസതിയിൽ നിന്നും പുറപ്പെടുകയാണ്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ മുതൽ തന്നെ ഇവിടെ നിരവധി പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും അടക്കം ഈ വഴുതക്കാടുള്ള വസതിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ എത്തിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ഒക്കെ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പൂർണ്ണ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ തൃപ്തനാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിനുള്ള വഴി തുറന്നെങ്കിൽ പോലും അദ്ദേഹം എന്താണോ മുന്നോട്ട് വെച്ചിരുന്നത് ഈ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ഈ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം, ആഭ്യന്തരമന്ത്രി എന്നൊരു വകുപ്പ്, ആഭ്യന്തരം എന്നുള്ളൊരു വകുപ്പ് അദ്ദേഹം നേരത്തെ തന്നെ ചോദിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് നൽകുന്നതിലേക്ക് തന്നെ വലിയൊരു പോരാട്ടം അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അറിയുന്ന കാര്യം എന്ന് പറയാൻ കാരണം കഴിഞ്ഞ 4 ദിവസമായി ആ രീതിയിലുള്ള ചർച്ചകൾ ഒക്കെയാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള 3 ദിവസം നീണ്ട മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ നിയുക്ത ആഭ്യന്തര മന്ത്രി എന്നതിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, മുന്നോട്ട് വെച്ചത് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അൻവർ സാദത്തിന് മന്ത്രിസ്ഥാനം, അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം. ഇത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 2 മന്ത്രിമാരെ പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അൻവർ സാദത്തിന് വേണ്ടി വാദം കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ അൻവർ സാദത്തിന് നൽകാൻ സാധിക്കില്ല എന്നുള്ളത് അറിയിച്ചു. അത് മുസ്ലിം ലീഗിൽ 5 മന്ത്രിമാരുള്ളത് കൊണ്ട് നൽകാൻ സാധിക്കില്ല എന്നറിയിച്ചു. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണന് വേണ്ടിയുള്ള വാദമായിരുന്നു പിന്നീട് നടന്നത്. IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഈ മന്ത്രിസഭയിലെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്ഭവനിൽ, അതായത് ലോക് ഭവനിലേക്ക് എത്തിയപ്പോൾ എത്തുന്നതിന് അരമണിക്കൂർ മുൻപ്, കൃത്യം 25 മിനിറ്റ് മുൻപാണ് IC ബാലകൃഷ്ണനെ ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ ടേം വ്യവസ്ഥയിൽ IC ബാലകൃഷ്ണനും അതോടൊപ്പം IC ബാലകൃഷ്ണനെ ടേം വ്യവസ്ഥയിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അതിൽ മാറ്റം വരുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണ തൃപ്തനാണോ, ഹാപ്പിയാണോ രമേശ് ചെന്നിത്തല എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നടത്തിയ ആ നീക്കം അത് വിജയിച്ചില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എടുത്തു പറയേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലൊക്കെ പോകേണ്ടതില്ല. ഇനി മന്ത്രിസഭയിൽ അത് ആ രീതിയിലുള്ള ഒരു ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ ആ രീതിയിൽ എങ്ങനെയായിരിക്കും ഈ മന്ത്രിസഭയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമാകുന്നത്. കാരണം വലിയ തോതിലുള്ള അതൃപ്തി ഇപ്പോഴും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടും മന്ത്രിസഭയിലെത്തിയ മന്ത്രിമാർക്കും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയ വ്യക്തികൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അമർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ശരി, എന്തായാലും രമേശ് ചെന്നിത്തല സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.